ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അൽഹംദുലില്ലാ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് ഉച്ചക്കലേക്കുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് മറ്റേ കോര ഉണ്ടല്ലോ, മഞ്ഞക്കോര, അതാണ് കേട്ടോ. കിളിമീൻ എന്നൊക്കെ പറയില്ലേ, ആ ഒരു മീനാണ്. അപ്പോൾ ചോറൊക്കെ നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗമായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ അടുപ്പിൽ തന്നെ അത്യാവശ്യം തീയുണ്ട് കേട്ടോ. പിന്നെ ഈ പുകയില്ലാത്ത അടുപ്പിൽ ലാസ്റ്റിലേക്കാണല്ലോ നല്ല തീ ഉണ്ടാവുക. അപ്പോൾ ആ അടുപ്പിൽ തന്നെ വേഗം മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കറി വെക്കാനുള്ള മസാലയും കാര്യങ്ങളൊക്കെ അത് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ മിളക് ഇടുകയാണ് കേട്ടോ. ഈ ഒരു മീൻ കൂടുതലും മിളക് ഇട്ട് കഴിഞ്ഞാലല്ലേ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതേ മിലുസിനുള്ള കഞ്ഞി എടുക്കുകയാണ് കേട്ടോ. കഞ്ഞി ആയപ്പോൾ അപ്പോൾ അവനിതേ കഞ്ഞി കുടിക്കാൻ പോകുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. പിന്നെ ഈ ഒരു മഞ്ഞക്കോര എന്ന് പറയുന്ന മീൻ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളിവിടെ ഇതിന് പുതിയാപ്പിളക്കോര എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. പണ്ടുള്ള ആൾക്കാരൊക്കെ, എൻ്റെ ഉമ്മയുടെ ഉമ്മയൊക്കെ പുതിയാപ്പിളക്കോര എന്ന് പറയും. പിന്നെയാണ് മഞ്ഞക്കോര എന്നൊക്കെ കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ കിളിമീനും ഈ ഒരു മീനിനെ തന്നെയാണ് ഒന്നുകൊണ്ട് പറയണത്. വലിയ ഒരു വില ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള മീനാണല്ലേ. പിന്നെ ഇത് പൊരിക്കുമ്പോൾ നല്ലപോലെ ഉടയൊക്കെ ചെയ്യും. നല്ല ശ്രദ്ധിച്ചൊന്ന് പൊരിച്ചെടുത്താൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ആ മീൻ പൊരിച്ച വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെറിയുള്ളിയും പിന്നെ വേപ്പിലയും 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. പച്ചമുളകല്ല, ചീനമുളകാണ്, നമ്മൾ മുറ്റത്തുനിന്ന് പൊട്ടിച്ചാണ് കേട്ടോ. അതും കൂടി ഇട്ട് വഴറ്റിയെടുത്ത് അതൊന്ന് വഴന്നു വന്നപ്പോൾ ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ മസാല അരക്കുമ്പോൾ ഒരു തക്കാളി, പിന്നെ മുളക്, മഞ്ഞൾ, ഉപ്പ്, പിന്നെ ഒരു നുള്ളു പെരിഞ്ചീരകം ഒക്കെ കൂടിയിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. അടുപ്പിൽ ചെയ്യുമ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും പിന്നെ ഈ ഗ്യാസിൽ വെക്കണേക്കാളും ടേസ്റ്റ് കൂടുതൽ ഈ അടുപ്പിലുണ്ടാക്കിയ എന്തൊരു വിഭവത്തിനാണല്ലേ. എനിക്കങ്ങനെയാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. അങ്ങനെ തന്നെ ആയിരിക്കും കൂടുതലും. ഗ്യാസിൽ വെച്ച കറികളും കാര്യങ്ങളൊക്കെ കഴിക്കണേക്കാളും ടേസ്റ്റ് ഈ ഒരു അടുപ്പിൽ വെച്ച ആ ഒരു കറിക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതേ കറിയിൽ ഇതൊക്കെ ഒന്ന് വഴന്നു വന്നപ്പോൾ അരച്ച് വെച്ച മസാലയും കുറച്ച് വെള്ളവും പിന്നെ മിക്സി കഴുകി വൃത്തിയാക്കി ആ വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കൂടിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മീൻ കായം പരട്ടിയ ആ ഒരു പാത്രം കൂടെ ജസ്റ്റ് ഒന്ന് വെള്ളം ചുഴറ്റിയിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യാറുണ്ടായിരിക്കുമല്ലേ. നമ്മളിവിടെയൊക്കെ ചെയ്യണത് തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. ഇനി കറിയൊക്കെ ഒന്ന് നല്ല പോലെ തിളച്ച് വന്നോട്ടെ കേട്ടോ. നല്ല തിളച്ച്, പിന്നെ ഈ മീനിന് വലിയ വേവൊന്നുമില്ല അല്ലേ, അധികം വേവൊന്നും തോന്നിയിട്ടില്ല. പെട്ടെന്ന് തന്നെ 2-3 തിളച്ചാൽ തന്നെ വെന്ത് കിട്ടും. അല്ലെ പിന്നെ നല്ലപോലെ ഉടഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, എല്ലും തോലൊക്കെ വേറായി എന്ന് പറഞ്ഞ പോലെ ആവൂലേ. അപ്പോൾ അതേ കറിയൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം കട്ടി പോലെ തോന്നി, അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ദേ കറി ഇങ്ങനെ നല്ല പോലെ തിളക്കണുണ്ട് കേട്ടോ. നല്ല വെട്ടി തിളച്ച് ഒന്ന് ഏകദേശം വറ്റിയൊക്കെ വരുമ്പോൾ മാത്രം മീൻ ഇട്ട് കൊടുത്താൽ മതി. വേവില്ലാത്ത മീനായതുകൊണ്ട് തന്നെ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലപോലെ തിളച്ചപ്പോൾ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മീൻ ഇട്ട് കൊടുത്ത്. പിന്നെ മീൻ 2-3 തലയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ ഇവിടെ ഒരു പൂച്ച രാത്രി ചോറിഞ്ഞാൽ വരും. അപ്പോൾ അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തലയൊക്കെ കഴുകി വൃത്തിയാക്കി കറിയിലിട്ടിട്ടുണ്ടായിരുന്നേ. അതിൽ നിന്ന് രാത്രി ചോറ് കൊടുക്കുമ്പോൾ പൂച്ചക്കും കൂടെ ചോറ് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.